ഐശ്വര്യ, ഇന്ന് രാവിലെ നമ്മൾ ലൈവ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ മത്സര ഇനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ജനകീയ ഇനങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ കണ്ണിൽ ആദ്യം ഉടക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ മൊത്തത്തിലൊന്ന് ഓടിച്ചു പോയപ്പോൾ ഒരു നിഘണ്ടു നിർമ്മാണം കണ്ടു. അപ്പോൾ സ്വാഭാവികമായും ഇതെന്താണ് ഐറ്റം എന്നുള്ളൊരു ആകാംക്ഷ നമ്മൾക്ക് എല്ലാവർക്കും, നമ്മുടെ റിപ്പോർട്ടേഴ്സിന് എല്ലാവർക്കും ഉണ്ടായി. പൊതുവെ ഗ്ലാമർ ഇനങ്ങളാണ് പൊതുവെ നമ്മുടെ കണ്ണിൽ പെടുക. നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല, ശ്രദ്ധിക്കാത്തോണ്ടാണോ അതോ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയതാണോ എന്ന് അറിയില്ല. എന്തായാലും അത് കണ്ടപ്പോൾ അർച്ചനയോട് ഞാനിങ്ങനെ സൂചിപ്പിച്ചിരുന്നു, അർച്ചന ഇത് എന്താണ്, അയ്യോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അർച്ചന ഈ ഒരു ഐറ്റം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോയിരുന്നു. എന്തായാലും കണ്ടെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്താണ് നിഘണ്ടു നിർമ്മാണമെന്ന് അർച്ചന ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. തുള്ളൽ, ചാക്യാർകൂത്ത്, കഥകളി, നിഘണ്ടു നിർമ്മാണമോ? അല്ലേട്ടാ, നിങ്ങൾക്ക് ഈ നിഘണ്ടു നിർമ്മാണം എന്താണെന്നറിയോ? എന്നാ പിന്നെ അറിഞ്ഞിട്ട് തന്നെ കാര്യം. വാ, കലോത്സവ ഇനത്തിലുള്ളതാണ് നിഘണ്ടു നിർമ്മാണം. ഈ നിഘണ്ടു നിർമ്മാണം എന്താണെന്നൊരു ഐഡിയ ഉണ്ടോ? നിഘണ്ടു നിർമ്മിക്കോ? ഇപ്പം അവിടെ ചോദിക്കേണ്ടി വരും, നമുക്ക് അറിഞ്ഞൂടാ. ഒരു നിഘണ്ടുവായിട്ടുള്ള സംഭവമായിരിക്കും. അല്ല, മലയാളത്തിൽ പറ. നിഘണ്ടു നിർമ്മാണം അതൊരു ഇനമാണ്. പദങ്ങള് അങ്ങനെ അതുമല്ലാണ്, ഓരോ പദങ്ങൾ നിർമ്മിക്കും, അങ്ങനെയല്ല. എനിക്കറിയത്തില്ല. നിഘണ്ടു നിർമ്മാണം എന്താണെന്ന ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരങ്ങൾ പലതുണ്ട്. പക്ഷേ ശരിയായ ഉത്തരം മത്സരാർത്ഥികൾ തന്നെ പറയട്ടെ. ഒരു അറബിക് പാരഗ്രാഫ് തരും. അതിലെ എല്ലാ വാക്കിനെയും 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ആൽഫബറ്റ് ഓർഡർ ആക്കിയിട്ട് അർത്ഥം എഴുതുക. ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് സ്കൂൾ തലത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത്. ഞാൻ സ്കൂൾ തലത്തിൽ ടീച്ചർ പരിചയപ്പെടുത്തി തന്നപ്പോഴാണ് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായത്. ഒരു അറബിക് പാരഗ്രാഫ് നമുക്ക് എന്നാൽ അറബിക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അതിനെല്ലാം ക്രമീകരിക്കണം. പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എല്ലാം ആക്കിയിട്ട് അങ്ങനെ എഴുതുക 15 മിനിറ്റിനുള്ളിൽ. ഇപ്പം മനസ്സിലായില്ലേ, ഒരു നിഘണ്ടു തന്നെ നിർമ്മിക്കുന്നതല്ല നിഘണ്ടു നിർമ്മാണമെന്ന്. എന്തായാലും ഒരുപാട് തല പുകഞ്ഞത് വെറുതെയായി. നിഘണ്ടു വളരെ സിമ്പിളാണ്, വളരെ ഹമ്പിളാണ്. അനിൽകുമാറിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്.